ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ Amaluz. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് ഫെബ്രുവരി മാസമല്ലേ, ഫെബ്രുവരി 14 എന്ന് പറയുന്നത് വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ വാലൻറ്റൈൻസിനൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് വാലൻറ്റൈൻസ് ഡേ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു വാലൻറ്റൈൻ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ പേപ്പർ കൊണ്ട് ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്തത് എന്ന് കാണിച്ചു തരാം. വാലൻറ്റൈൻസ് ഗിഫ്റ്റ് ബോക്സ് പേപ്പർ വെച്ച് ഇതുകൊണ്ട് ഇതേപോലെയാണ് ഞാൻ ഇന്നത്തെ വാലൻറ്റൈൻ ഗിഫ്റ്റ് ബോക്സ് കളർ പേപ്പർ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ ഞാൻ ഇതുപോലെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഹാർട്ടാണ്. ഇതേപോലെ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് കോട്ട്സൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബോക്സസ് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഫസ്റ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. എല്ലാ ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ ഹാറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോക്സ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഒരു ബോക്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് വേറെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വയ്ക്കാം. അല്ലാതെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുണ്ട്. അപ്പം ഞാനിത് രണ്ട് കളറിലെ പിങ്ക് റെഡ് ഷെയ്ഡിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റെഡ് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ വാലൻറ്റൈൻസിൻ്റെ സ്പെഷ്യൽ കളറാണ് റെഡ് കളർ. അപ്പോൾ റെഡ് കളറിൽ തന്നെ മുഴുവനായിട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പം വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് കുറച്ചൊരു പെർഫെക്ഷനായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് കളർ ചെയ്തതാണ്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു വാലൻറ്റൈൻ ഗിഫ്റ്റ് ബോക്സൊക്കെ ഈ പ്രാവശ്യം നമുക്ക് വാലൻറ്റൈൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ വാലൻറ്റൈൻസിനും ഇതുപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കും എന്ന് ഞാൻ കരുതട്ടെ. അപ്പം ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഞാനിതിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഞാൻ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അപ്പം വീഡിയോ നന്നായിട്ട് കണ്ടിട്ട് ആദ്യമേ ഒരു റഫ് പേപ്പറിലൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫെയർ പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് ബോക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം.